The Domestication of Motherhood by Adrienn Rich. Adrienn Rich was an American poet, essayist, and feminist. She was called one of the most widely read and influential poets of the second half of the 20th century. ശരിക്കും ഫെമിനിസ്റ്റ് എസ്സേസ് ആണ് ആഡ്രിയൻ റിച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഓഫ് വിമൻ ബോൺ മദർഹുഡ് ആസ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ബുക്കിനെ നമുക്ക് മദർ ഓഫ് ഓൾ മറ്റേണൽ ബുക്സ് എന്ന് പറയാം. ഒബ്സ്റ്റട്രിക്സ്, മറ്റേണിറ്റി, പോസ്റ്റ് പാർട്ടം സിംറ്റംസ്, അങ്ങനെ ഒരുപാട് സയന്റിഫിക്കലി അനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു റെഫറൻസ് ബുക്കായിട്ട് നമ്മൾ ആഡ്രിയൻ റിച്ചിന്റെ ഓഫ് വിമൻ ബോൺ മദർഹുഡ് ആസ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടെക്സ്റ്റിനെ കൺസിഡർ ചെയ്യാറുണ്ട്. Then this book provides a history of obstetrics and motherhood throughout the ages from the feminist perspective. ശരിക്കും മദർഹുഡിനെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, മദർഹുഡിനെ നമ്മൾ ജനറലി ഒരു വേൾഡ് പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിവൈൻ വൺ ആൻഡ് ഇറ്റ്സ് സംതിങ്, ഇറ്റ്സ് എ ഗിഫ്റ്റഡ് വൺ, അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാമെങ്കിലും അതിനെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എന്താണ് മദർഹുഡ് എന്നുള്ളത് നോക്കി കാണുന്ന ആ ഒരു വ്യൂ ആണ് നമുക്ക് ആഡ്രിയൻ റിച്ചിന്റെ ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിലൂടെ കാണാൻ പറ്റുന്നത്. And the Domestication of Motherhood is a chapter from Of Women Born Motherhood as Experience and Institution എന്നുള്ള ആ ടെക്സ്റ്റിനകത്തുള്ള ഒരു ചാപ്റ്റർ ആണ് Domestication of Motherhood എന്ന് പറയുന്നത്. ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് മദർഹുഡ് എന്നുള്ള എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രെഡറിക് ഏംഗൽസ്, മാർക്സ് ക്രിട്ടിക് ആയിട്ടുള്ള ഫ്രെഡറിക് ഏംഗൽസിന്റെ ഒരു കോട്ട് നിന്നാണ്. ആ കോട്ട് പറഞ്ഞുകൊണ്ടാണ് ഓതർ ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോട്ടിനകത്ത് ഏംഗൽസ് പറയുന്നത് എന്താണ് എന്ന് വെച്ചാല്, വിമൻസ് ഡിപ്പെൻഡൻസി, വിമൻസ് ഫ്രീഡം ഈസ് റെസ്ട്രിക്റ്റഡ് ബിക്കോസ് ഓഫ് എക്കണോമിക് ഡിപ്പെൻഡൻസി എന്നാണ്. എന്നാണോ സ്ത്രീകൾ തത്തുല്യമായ വേതനം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്, എപ്പോഴാണോ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നത്, അപ്പോൾ മാത്രമേ വിമൻ ഷീ ക്യാൻ ബിക്കം ഫ്രീ എന്ന് ഏംഗൽസ് പറയുന്നത്. ആൻഡ് ഓതർ ഓൾസോ സൈറ്റ്സ് the words of Karen Horney, another essayist. അവരുടെ ഡിസ്ട്രസ്റ്റ് ബിറ്റ്വീൻ സെക്സസ് എന്നുള്ള എസ്സേക്കകത്ത് നിന്നുള്ള ഒരു കോട്ട് കൂടെ ആദർ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് എന്താണ്, that apart from gender, men consider women with the highest esteem when there is mother-son relationship. ശരിക്കും ജെൻഡർ ഡിഫറൻസസ് ഒന്നും ഇല്ലാതെ തന്നെ മദറിനെ വളരെ വലിയ ഒരു പൊസിഷനിൽ മെൻ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്, അവരുടെ ഇടയിൽ ഒരു മദർ സൺ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ മാത്രമാണ്. ദാറ്റ് മീൻസ് ദ മാസ്കുലിൻ ഫിഗർ, ദാറ്റ് മീൻസ് മാൻ, ഹി റെസ്പെക്ട്സ് വിമൻ വെൻ ഷീ ഇസ് ഹിസ് മദർ. അവന്റെ അമ്മയുടെ പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അമ്മയെ മാത്രമാണ് കൂടുതൽ ഒരു ഹയസ്റ്റ് എസ്റ്റീം കൊടുത്ത് ഒരു മാൻ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ മദർ സൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഇറ്റ് ഈസ് ബീൻ റെസ്പെക്റ്റഡ് അപ്പാർട്ട് ഫ്രം ദ എക്കണോമിക് ഇൻഡിപെൻഡൻസി, അല്ലെങ്കിൽ എക്കണോമിക് ഇൻഡിപെൻഡൻസിക്ക് അപ്പുറം ഒരു സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ഹയസ്റ്റ് എസ്റ്റീം എന്ന് പറയുന്നത് അത് മദർ സൺ റിലേഷൻഷിപ്പ് ഉള്ളപ്പോഴാണ് എന്ന് കാരൻ ഹോർണി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് but Marxism failed to acknowledge that it is from family the gender differentiation start, where there is a traditional division of labor. അല്ലെ, ഫാമിലിയിൽ നിന്നാണ് ജെൻഡർ ഡിഫറൻസിയേഷൻസ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മാർക്സിസം ഐഡന്റിഫൈ ചെയ്യാൻ വിട്ടുപോയി എന്നാണ് പറയുന്നത്. മാർക്സിസം കണ്ടുപിടിക്കാതെ പോയ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ഡിവിഷൻ, മാൻ വിമൻ ഡിഫറൻസസ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഓതർ പോയിന്റ്സ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ദ ഫാമിലി ഇറ്റ് സെൽഫ്. അല്ലെ, ഫാമിലിയിൽ ഒരു ട്രഡീഷണൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ദാറ്റ് മീൻസ് വിമൻ ഹാവ് ടു ഡു ദീസ് തിങ്സ് ആൻഡ് men have to do these things എന്ന് പറഞ്ഞിട്ട്, അതായത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ചുള്ള, അതായത് ഏർണിംഗ് സമ്പാദ്യം കിട്ടുന്ന തൊഴിലുകൾ പുരുഷന്മാർക്ക് കിട്ടാത്ത തൊഴിലുകൾ, അല്ലാതെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ സ്ത്രീകൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം കണ്ടു വളരുന്ന ഒരു ജനറേഷൻ, ഓബ്വിയസ്ലി there will be a difference between man and women. ആ ഒരു ജനറേഷൻ ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്, the difference. So that is a woman is something terribly necessary and necessarily terrible for a man.
For him, she is first of all a mother who has to be possessed. അപ്പൊ വിമൻ എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഹാസ് ടു ബി പൊസസ്ഡ്, അതായത് എന്തെങ്കിലും ഒരെണ്ണം സംരക്ഷിച്ചു വെക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളവയെ നമ്മൾ സംരക്ഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. അതുകൊണ്ട് ഡോണ്ട് ലെറ്റ് ഹർ ഫ്രീ, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഫ്രീ, അതിനെ ഫ്രീ ആക്കി വിടാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ മുതൽ ഉടലെടുത്തതാകാമെന്ന് ഓതർ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓതർ ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിത്തിൽ നിന്നാണ്. ആ മിത്ത് ഓൺ ദ ഡിനൈൽ ഓഫ് വിമൻസ് സെക്ഷൽ പ്ലഷർ എന്നുള്ള ആ ഒരു ഫ്രീഡം ഫ്രം റിച്ച്മെന്റ് ഒരു ടെക്സ്റ്റിൽ നിന്ന്, ഒരു കോട്ടിൽ നിന്നാണ്. ആ കോട്ട് ഒരു മിത്തോളജിയാണ് പറയുന്നത്. എന്ത് മിത്തോളജിയാണെന്ന് വെച്ചാൽ ദ എബിലിറ്റി ദാറ്റ് ഓൺലി വിമൻ ഹാസ് വിച്ച് മെൻ കനോട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് ബോർണിനുള്ള എബിലിറ്റിയാണ് അല്ലെ. ഒരു പുതിയ ലൈഫ് ഉണ്ടാക്കാനുള്ള എബിലിറ്റിയാണ് ആർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്? മാൻ. ഹി കനോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ദാറ്റ് എബിലിറ്റി ഓഫ് വിമൻ. ആ സ്ത്രീകളുടെ ആ ഒരു പ്രൊഡ്യൂസിങ് റീപ്രൊഡക്ഷൻ ഉള്ള കഴിവ്, അല്ലെങ്കിൽ പുതിയ തന്നെ പോലെ ഒന്നിനെ സൃഷ്ടിക്കാനുള്ള കഴിവ് പുരുഷനിൽ, അല്ലെങ്കിൽ അവന്റെ ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മിസ്റ്റീരിയസ് പവർ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു ഒരു മിത്തോളജിക്കൽ പീരീഡില്. ദ സൺസ് they have killed their mother. അതായത് അത്രയും മിത്തോളജികൾ, സൃഷ്ടിക്കാൻ കഴിവുള്ളവൾക്ക് എന്തിനും കഴിവുണ്ടാവാം, ഡിസ്ട്രക്ഷന് ഇല്ലാതാക്കാനും കഴിവുണ്ടാവാം എന്ന് പേടിച്ച് the sons they are killing their mother. അതൊരു മിത്തോളജിയാണ്. പക്ഷെ ആ മിത്തോളജി ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ മിത്തോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഫിയർ ആയിരിക്കാം that may be the root cause of man's indifference towards women എന്ന് പറയുന്നത്. Then she points up Robin Fox, another thinker. He finds out that the essential human bond is between the mother and the child, which is the foundation of all social bonds. As mother becomes a thing of possession, she becomes something to get protected. So mother child relationship എന്ന് പറയുന്നത് ഒരു വളരെ ശക്തമായ ഹ്യൂമൻ ബോണ്ടിങ് ആണ്. അത് തന്നെയാണ് ദാറ്റ് ഇസ് ദ ബേസിസ് ഫോർ സോഷ്യൽ ബോണ്ടിങ്. എല്ലാ സോഷ്യൽ ബോണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മദർ ചൈൽഡ് ബോണ്ടിൽ നിന്നാണ്. അപ്പൊ മദർ എന്ന് പറയുന്നത് ഷീ ഇസ് സംതിങ് പ്രഷ്യസ് ദാറ്റ് ഷീ ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നായിരിക്കാം മദർ ഇസ് എ തിങ് ഓഫ് പൊസഷൻ അല്ലെ, ഒരു സമ്പത്ത്, അല്ലെങ്കിൽ മദർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സമ്പത്തായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുകയും so something that is a possession, that means something that should be protected. എന്താണ് നമ്മൾ പൊസഷൻ ആയിട്ട്, നമ്മുടെ സ്വത്തായിട്ട് വരുന്നത്, നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ചിന്താഗതി ആയിരിക്കാം സമൂഹത്തിൽ പിന്നീട് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യണം, അതുകൊണ്ട് ഷീ ഷുഡ് നോട്ട് ബി ലെറ്റ് ഫ്രീ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റിയതെന്ന് ഓതർ തിങ്ക് ചെയ്യുന്നുണ്ട്. And മാത്രമല്ല, one of the Freudian psychology identifies man's contribution to all sorts of power in his way of compensating the creative power of motherhood, which is similar to penis envy. അപ്പൊ പെനിസ് എൻവി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫ്രീഡിയൻ കോൺസെപ്റ്റ്. അത് എന്താണ്? ദാറ്റ് വിമൻസ് എൻവി ടുവാർഡ്സ് മാൻ. മാൻ ഹീസ് ഹാവിംഗ് പവർ, ഹീസ് ഹാവിംഗ് പവർ ടു എന്താണ് ക്രിയേറ്റ്, അല്ലെങ്കിൽ ഹീസ് ഹാവിംഗ് മാസ്കുലിൻ പവർ. അപ്പൊ മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഒരു റൈസിംഗ് പവർ ആണ്. ദാറ്റ് ഈസ് എ സബ്ജക്റ്റീവ് പവർ, അല്ലെങ്കിൽ അത് ഫെമിനിനിറ്റി എന്ന് പറയുന്നത് ഒപ്രസീവ് പവർ ആണ്. അതിനെ സപ്രസ് ചെയ്ത് വയ്ക്കാൻ കഴിവുള്ളത് മാസ്കുലിനിറ്റിക്കാണ്. അപ്പൊ മാസ്കുലിനിറ്റിയുടെ, അല്ലെങ്കിൽ ആ മാനിന്റെ ഒരു കഴിവ്, ദാറ്റ് എബിലിറ്റി ഓഫ് മാൻ that creates envy towards envy in women folk. അപ്പൊ അതിനെയാണ് നമ്മൾ പീനിസ് envy എന്ന് ഫ്രോയിഡിന്റെ ഒരു ടേം ആണ്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു envy ആർക്കുണ്ടാവാം? പുരുഷന്മാർക്കുണ്ടാവാം. എന്താണ്? that she is having the capacity to create. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് പവറിനോടുള്ള envy, അതും എന്തായിരിക്കാം? ഹീസ് man's contribution to all sorts of power in his way of compensating. അപ്പൊ ക്രിയേറ്റീവ് പവർ ഇല്ലാത്തത് കൊണ്ടാവാം man is compensating with all other sort of powers. എല്ലാ ഫിസിക്കൽ പവേഴ്സും എന്റേതാകണം എന്ന് ചിന്തിക്കുന്നത് ഒരു പക്ഷെ, അല്ലെങ്കിൽ എല്ലാ സുപ്പീരിയർ കഴിവുകളും എന്റേതാവണം എന്ന് പുരുഷൻ ചിന്തിക്കാൻ കാരണം he wanted to compensate with that power of women. എന്ത് പവറാണ്? റീപ്രൊഡക്റ്റീവ് പവറുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റുള്ള എല്ലാ പവറും ആര് കൈവശം വെച്ചിരിക്കുന്നത്? മെൻ എന്നുള്ളത് ഫ്രോയിഡിയൻ സൈക്കോളജിയാണ്. Then apart from that, an underlying anxiety of ancient man is that as she has creative capability, she must have connections with the spirits which may harmful to men, so she should be subjugated. മറ്റൊരു തിങ്കിങ് എന്താവാം? അതായത് ഒരു അണ്ടർലൈങ് ആങ്ഷൈറ്റി ആണ് ആൻഷ്യന്റ് ഹ്യൂമൻ മൈൻഡിൽ ഉണ്ടായ, അല്ലെങ്കിൽ പുരുഷന്റെ പൗരാണിക കാലം മുതൽക്ക് മനസ്സിൽ ഉണ്ടായേക്കാവുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാവുന്ന ഒരു തരത്തിലുള്ള ഒരു ആങ്സൈറ്റി എന്താവാം? That if she has the
capacity to give birth, she must have the capacity to take life. അല്ലെ, ജീവൻ കൊടുക്കാനുള്ള കഴിവുള്ളവർക്ക് എന്തിനുള്ള കഴിവുണ്ടാവണം, എടുക്കാനുള്ള കഴിവുണ്ടാവണം. അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഡിവൈൻ, അല്ലെ, ഒരു സൂപ്പർ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ കപ്പാസിറ്റിയാണ് ഗിവിംഗ് ലൈഫ് എന്ന് പറയുന്നത്. ദാറ്റ് സയൻസ് ഹാസ് എന്താണ് achieved everything but it failed to give birth, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയിലൂടെ give birth എന്നുള്ള ആ ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ വളരെ എളുപ്പം ചെയ്യുന്നത് പോലെയുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇതുവരെയ്ക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ആധുനിക സയൻസിന് പോലും. അപ്പോൾ അതൊരു ഡിവൈൻ പവർ ആണെന്ന് പുരാതന കാലം മുതൽക്കേ കണക്കാക്കിയിരുന്നു. അപ്പോൾ ഒരു സാധാരണ സ്ത്രീക്ക് അത്രയും ഡിവൈൻ പവർ ഉള്ളപ്പോൾ ഷീ മസ്റ്റ് ഹാവ് സം അതർ സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് ഓൾസോ. ഉണ്ടായിക്കൂടാന്നില്ല, അല്ലെ, സ്പിരിറ്റ്സിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കഴിവുകൾ സംടൈംസ് ഈ പുരുഷന് ഹാർംഫുൾ ആയിട്ട് സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ചില കഴിവുകൾ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കാം എന്നുള്ള പുരുഷന്റെ പേടി അവളെ സബ്ജക്റ്റ് ആക്കി വെക്കാൻ അല്ലെങ്കിൽ അവളെ സപ്രസ് ചെയ്ത് വെക്കാൻ ഉള്ള ഒരു കാരണമായിട്ട് പുരുഷൻ കണക്കാക്കിയിരുന്നിരിക്കാം. Then author is also attributing with the motherhood, that means the powerful goddess which is acceptable is nurturing, selfless, self-sacrificing form. അതായത് എന്താണ്, സ്ത്രീകൾക്ക് മറ്റൊരു കാര്യം കൂടെയാണ്. അതായത് മദർഹുഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഗോഡസ് ആണ്. അല്ലെങ്കിൽ സ്ത്രീ എപ്പോഴും എന്തായിട്ട് കണക്കാക്കിയിരുന്നു, മദർഹുഡ്, യു ആർ ഹാവിംഗ് മദർഹുഡ് സോ യു മസ്റ്റ് ബി എ ഗോഡസ്. അപ്പൊ നിന്റെ ഉള്ളിൽ എന്തെങ്കിലും എൻവി, ഈവിൽനെസ് ഉണ്ടെങ്കിൽ അതിനെ നീ പുറത്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മദർഹുഡിനെ ഒരു ഗോഡസ് ആയിട്ടും അത് നീ നർച്ചറിങ്, സെൽഫ്ലെസ്, സെൽഫ് സാക്രിഫൈസിങ് ഫോമുമായിട്ട് കണക്കാക്കണം എന്ന രീതിയിൽ സ്ത്രീയെ ഒരു കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആക്കിക്കൊണ്ട് സപ്രസ് ചെയ്യാനുള്ള മറ്റൊരു രീതിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടും ആവാം ഈ പറഞ്ഞ പൊസഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്രഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫറൻസ് ഉണ്ടായത് അങ്ങനെ ഒരു രീതിക്കായിരിക്കാം. അതിനൊരു പ്രധാന കാരണം മദർഹുഡ് ആയിരിക്കാമെന്ന് ഓഥർ പറയുന്നുണ്ട്, ആഡ്രിയൻ റിച്ച്. അതുപോലെ മറ്റൊരു ഓഥറായ ജോസഫ് കാമ്പൽ, he finds out that from age old times the women with superior qualities than men were treated as witches and were eradicated as the men got afraid of their powers. അതായത് പൗരാണിക കാലം മുതൽക്ക് തന്നെ എക്സ്ട്രാ ക്വാളിറ്റീസ്, സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ള സ്ത്രീകളെ men they treated them as witches, evils അങ്ങനെയൊക്കെ കണക്കാക്കി അവർ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം she is having some superior qualities. അങ്ങനെയാണെങ്കിൽ ആ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു പേടി, അല്ലെ, she is having the capacity to give birth, she must have the capacity to take birth. അപ്പൊ ജീവൻ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ജീവൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ പേടിയുടെ ആ ഒരു റീസൺ, അത് കാരണം എന്തെങ്കിലും ഒരു എക്സ്ട്രാ ക്യാരക്ടേഴ്സ്, എക്സ്ട്രാ സൂപ്പർ ക്വാളിറ്റീസ് ഉള്ള ഏതെങ്കിലും സ്ത്രീകൾ അവരൊരിക്കലും തന്നെ ഗ്ലോറിഫൈ ചെയ്തിരുന്നില്ല. പകരം അവരെ വിച്ചസ് ആയിട്ട് കണക്കാക്കിയിരുന്നു, ഈവിൾ സ്പിരിറ്റ്സ് ആയിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ നശിപ്പിക്കുന്നതൊക്കെ തന്നെ ഇവരുടെ മനസ്സിലുണ്ടായ അടിസ്ഥാനപരമായ പേടി, എപ്പോഴെങ്കിലും ഇവര് നമ്മുടെ നാശത്തിന് കാരണമാകും, പുരുഷന്മാരുടെ നാശത്തിന് കാരണമാകും, പവർഫുൾ ആയി മാറും എന്നുള്ള ആ ഒരു പേടിയാണ് ഈ പറഞ്ഞ പോലത്തെ സ്ത്രീകളെ നശിപ്പിക്കാൻ കാരണം. ഹി ഓൾസോ അസോസിയേറ്റ്സ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഹണ്ടിങ് ഓവർ അഗ്രികൾച്ചർ. എന്താണ് ഹണ്ടിങ് എന്ന് പറയുന്നത്? നശിപ്പിക്കലാണ്. അഗ്രികൾച്ചർ മീൻസ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഒരു ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഒരു മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഹണ്ടിങ് ആണ് അഗ്രികൾച്ചറിനേക്കാളും കൂടുതൽ. അതായത് വിമൻസിന്റെ പ്രൊഡക്ഷൻ ആ കപ്പാസിറ്റിയെക്കാളും കാരണം അതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിയെക്കാളും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹണ്ടിങ് അല്ലെങ്കിൽ എറാഡിക്കേഷൻ, നശീകരണം എന്നുള്ള അതിനാണ് മാസ്കുലിനിറ്റി കൂടുതൽ ആട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ആൻഡ് ആർക്കിയോളജിസ്റ്റ് ആയ റേച്ചൽ ലെവി വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിയോലിത്തിക്കൽ കോൺഷ്യസ്നെസ് തന്നെ, അല്ലെങ്കിൽ നിയോലിത്തിക് കാലഘട്ടം മുതൽക്ക് തന്നെ ഡ്യുവാലിറ്റി എന്നൊരു കോൺഷ്യസ്നെസ് പൗരാണിക മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതായത് ഡ്യുവാലിറ്റി വിച്ച് ലേറ്റർ ബിക്കം എ ഫണ്ടമെന്റൽ ടു പാട്രിയാർക്കൽ കോൺഷ്യസ്നെസ്. ആ ഡ്യുവാലിറ്റി ആവാം പിന്നീട് പാട്രിയാർക്കൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഡിവിഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വിമൻ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിയത്. അപ്പോ പീപ്പിൾ ഫൗണ്ട് ഔട്ട് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഫോർ എവറിത്തിങ് ഇൻക്ലൂഡിംഗ് ലൈഫ് ആൻഡ് നാച്ചുറൽ സൈക്കിൾസ്. ലൈഫിലായാലും നാച്ചുറിന്റെ സൈക്കിൾസിലായാലും എല്ലാത്തിനും ഒരു ഡ്യുവാലിറ്റി, ഒരു രണ്ടറ്റം ഉണ്ട് തീർച്ചയായിട്ടും. ലൈഫിന് ഡെപ്ത്, ലൈഫ് പോസിറ്റീവ് ആണെങ്കിൽ ഡെപ്ത് നെഗറ്റീവ് ആണ്. ഡേ പോസിറ്റീവ് ആണെങ്കിൽ നൈറ്റ് നെഗറ്റീവ് ആണ്. ഫുൾ മൂൺ പോസിറ്റീവ് ആണെങ്കിൽ നോ മൂൺ നെഗറ്റീവ് ആണ്. ആൻഡ് അതുപോലെ തന്നെ സീസൺസ്, നല്ല കാലാവസ്ഥ, മോശം കാലാവസ്ഥ, അങ്ങനെ വളരെ എല്ലാ കാര്യങ്ങളിലും പ്രകൃതിയുടെ ഓരോരോ കാര്യങ്ങളിൽ പോലും രണ്ട് എന്നുള്ള ഡ്യുവലിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നിയോലിത്തിക് കാലഘട്ടം മുതൽ തന്നെ പുരുഷൻ അല്ലെങ്കിൽ സമൂഹം മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ ആ ഒരു
കാറ്റഗറൈസേഷന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കും ഈ പറഞ്ഞ രണ്ട് എൻഡിങ് ഉണ്ട്. അതായത് when birth becomes positive, death is considered as negative. The ability to give birth, that is positive, and the ability to take birth അല്ലെങ്കിൽ take life എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പൊ if she is having the capacity to give birth, she must have the capacity to take life എന്നുള്ള ആ ഒരു പേടി അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് and potency of women is positive, and at the same time her other half was pictured as evil, such as blood goddess Kali, killer mother Medusa, etc. അപ്പം giving birth എന്ന് പറയുന്ന ഒരു goddess like feature ആണ് സ്ത്രീകളുടെ. അതേസമയം തന്നെ അവൾ evil ആയി മാറാം, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഫേസ് എന്ന് പറയുന്നത് കില്ലർ goddess കാളി, ബ്ലഡ് goddess കാളി, കില്ലർ മദർ മെഡൂസ. കാളി ഒക്കെ ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് ആണ്, മെഡൂസ ഒരു ഗ്രീക്ക് കൺസെപ്റ്റ് ആണ്. ഇവർ രണ്ടുപേരും രണ്ട് നെഗറ്റീവ് എൻഡ് ആണെന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റ് നെഗറ്റീവ് എൻഡ്സ് എന്നാണ്. പക്ഷെ വളരെ വയലന്റും വൈബ്രന്റും ആയ വിമൻ ഫേസസ് ആണ് ഈ രണ്ട് റെപ്രസെന്റേഷൻസ്. അപ്പൊ അത്തരത്തിലുള്ള ഫേസസിനെ ഒന്നും ഒരിക്കലും സൊസൈറ്റി പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. പ്രൊമോട്ട് ചെയ്തിരുന്നത് വെറും മദർ അല്ലെങ്കിൽ ആ ഗോഡസ് എന്നുള്ള ആ ഒരു വെർജിന ഉൾഫ് പറയും പോലെ ഏഞ്ചൽ എന്നുള്ള ആ കൺസെപ്റ്റിനെ മാത്രമാണ് സൊസൈറ്റി എപ്പോഴും പ്രൊമോട്ട് ചെയ്തിരുന്നതും പ്രൈസ് ചെയ്തിരുന്നതും. ആൻഡ് സൊസൈറ്റി, എസ്പെഷ്യലി പാട്രിയാർക്കൽ സൊസൈറ്റി, വാണ്ട്സ് വിമൻ ടു കീപ് ദ പോസിറ്റീവ് സൈഡ്സ് ഓൾവേസ് ഇൻ ഹർ ലൈഫ്. മദർ ഗോഡസ് അങ്ങനത്തെ സൈഡ്സിനെ മാത്രമേ പ്രൈസ് ചെയ്തിരുന്നുള്ളൂ. And women's blood is also associated with the cause of menstruation and the bliss of fertility. Women's blood അതുപോലെ തന്നെ എന്താണ് സംതിങ് വിച്ച് ഇസ് ഗിവിംഗ് ലൈഫ് എന്ന് പറയുന്നത് അവളുടെ ഗിവിംഗ് ബർത്ത് എന്നുള്ള ആ ഒരു പ്രോസസ് ആണ്. അതേസമയം മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ആയിട്ടാണ് സൊസൈറ്റി കരുതിയത്. മെൻസ്ട്രൽ ബ്ലഡ് ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് ഈവിൾ. അത് ഇപ്പോഴും അങ്ങനെയാണ് സൊസൈറ്റി കണക്കാക്കുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഡിഡ്ന്റ് ഹാവ് ദ കപ്പാസിറ്റി ടു ഗീവ് ബർത്ത്. അപ്പൊ ഇറ്റ് സിംബലൈസസ് ഡെത്ത്. മെൻസ്ട്രൽ ബ്ലഡ് ഡെത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവിൽനെസ് ഓഫ് വിമനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്താണ് കൺസീവ് ആയിട്ടുള്ള വിമനിനെ ഗോഡസ് ആയിട്ടും മെൻസ്ട്രൽ പ്രോസസ്സിംഗിലുള്ള അല്ലെങ്കിൽ ആ ഒരു പീരിയഡിലുള്ള വിമനിനെ നെഗറ്റീവായിട്ടും ഈവിൾ ആയിട്ടും ഒക്കെ സൊസൈറ്റി കരുതി പോന്നിരുന്നത്. ഇൻ ഇറ്റ്സ് ഹെൽപ്ലെസ് സ്റ്റേറ്റ് ദ മെയിൽ ഇൻഫന്റ് അണ്ടർഗോസ് വയലൻസ് അറ്റ് ഇറ്റ്സ് മദേഴ്സ് ഹാൻഡ് വിച്ച് ബിക്കംസ് എലമെന്റ് ഫിയർ ഫോർ വിമൻ. അതുപോലെ തന്നെ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് വെൻ it is born, അതൊരു മെയിൽ ചൈൽഡ് ആയാലും കൂടി ഇറ്റ് ഷുഡ് അണ്ടർഗോ ദ നർച്ചറിങ് ഓഫ് ദ മദർ. അല്ലെങ്കിൽ അത് ഒരു ഹെൽപ്ലെസ് സ്റ്റേറ്റിൽ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് അതിന്റെ മദറാണ്. അപ്പൊ അതിന് നിഷേധിക്കാനാവാത്ത തരം വൈകാരികപരമായ ഒരു സബ്ജക്ടിവിറ്റി ഒരു മദറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫീമെയിലുമായിട്ട് ഉണ്ടാവുകയാണ്. അതായത് നോ മാൻ ക്യാൻ ഡിനൈ ഹിസ് സബ്ജക്ടിവിറ്റി ടുവേർഡ്സ് ഹിസ് മദർ എന്നാണ്. അപ്പൊ അത് നമ്മൾ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ട് ഒരുപാട് പേര് പറയുന്നത് മദറിനോടുള്ള ആ ഒരു കടമ, അത് അല്ലെങ്കിൽ ഒരു കടം, അത് ഒരിക്കലും നമുക്ക് തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ആ ഒരു മാസ്കുലിനിറ്റിയുടെ അല്ലെങ്കിൽ മെയിൽ ഡോമിനേറ്റിംഗ് പവറിന്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. മദറിന് സബ്ജക്റ്റഡ് ആയി പോവേണ്ടി വന്ന ആ ഒരു കുഞ്ഞു കാലം അല്ലെങ്കിൽ ഹെൽപ്ലെസ്ഡ് ആയിട്ടുള്ള ആ ഒരു കാലം. അപ്പൊ അതിന്റെ ഒരു റിവെഞ്ച് എന്നോണം ആവാം എന്ത് ചെയ്യുന്നത് മാക്സിമം പേര് ഈ പറയുന്ന പാട്രിയാർക്കി അല്ലെങ്കിൽ ഇൻ ഹിസ് മാരിറ്റൽ സ്റ്റേറ്റ് ഹിസ് ടേക്കിംഗ് റിവെഞ്ച് അപ്പോൺ ദ വിമൻ അല്ലെങ്കിൽ ഹിസ് വൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ ഫാക്ട് പാട്രിയാർക്കി ഈസ് ബൈ നേച്ചർ ഓൾവേസ് ട്രൈങ് ടു കിൽ ദ ഡ്രാഗൺ ഇൻ ഇറ്റ്സ് നെഗേഷൻ ഓഫ് വിമൻ. അതുപോലെ ഓൾവേസ് മാസ്കുലിനിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ട്രൈങ് ടു കിൽ ദ ഡ്രാഗൺ. ഓൾവേസ് ഒരു ഹീറോ എന്ന് പറയുന്നത് ഹീറോ ഇസ് സംതിങ് ഓർ സമ്മൺ ഹി ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു കിൽ ദ ഡ്രാഗൺ അല്ലെങ്കിൽ കിൽ ദ ഈവിൾ ഫോഴ്സ്. അപ്പൊ ഇവിടെ ഈവിൾ ഫോഴ്സ് ആയിട്ട് സൊസൈറ്റി എപ്പോഴും വിമനിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഹിസ് മസ്കുലിനിറ്റി. ഷോയിങ് മസ്കുലിനിറ്റി മീൻസ് ഹി ഹാസ് ടു സപ്രസ് ഹിസ് വൈഫ് അല്ലെങ്കിൽ വിമൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് സൊസൈറ്റി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ patriarchal society, in adult women in patriarchal society is found a solution for men's emotional sustenance, even while somewhere within him he fears castration and death in her hands. So an adult woman എന്ന് പറയുന്ന ഒരു patriarchal society യെ സംബന്ധിച്ചിടത്തോളം an adult woman എന്ന് പറഞ്ഞാൽ she is a mere substance as a subject to sustain the emotional needs of a man. At the same time, the man considers the woman as a substance for satisfying his emotions. At the same time, എന്തായിട്ടും കണക്കാക്കുന്നുണ്ട് in his inner mind he is having the fear that he might be died by her hand, or she is having an evil spirit which is able to destroy him എന്നുള്ള ആ ഒരു പേടിയും പറയുന്ന എന്താണ് ഒരു പുരുഷന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് the author finds out that this fear is the real dragon that has to be destroyed. ശരിക്കും ഒരു വിമനിനെ സബ്ജക്ട് ചെയ്യേണ്ടതല്ല ഇവിടത്തെ ശരിക്കുള്ള സൊല്യൂഷൻ. പകരം എന്ത് ചെയ്യേണ്ടതാണ്? ആ പേടിയാണ്, that is the real dragon. എന്ത് പേടിയാണ്? that she
മൈറ്റ് ബി ദ റീസൺ ഫോർ മൈ ഡെത്ത് എന്നുള്ള ആ പേടിയാണ് ശരിക്കും കൊല്ലേണ്ടത്. അതാണ് ശരിക്കും ഡ്രാഗൺ, അല്ലാതെ സ്ത്രീയെ സബ്ജക്ട് ചെയ്ത് വെക്കേണ്ടതല്ല അതിന്റെ സൊല്യൂഷൻ എന്ന് ഓതർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു പിക്ചറും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മുകളിൽ കാണുന്ന ആ റൗണ്ട് എന്ന് പറയുന്നത് വിമനെ റെപ്രസെന്റ് ചെയ്യുന്നു, താഴെ കാണുന്നത് മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് വിമൻ ഇസ് ഹാവിംഗ് ഓൾ ദ ആസ്പെക്ട്സ്. ഫെർട്ടിലിറ്റി റൈറ്റ്സ് ഉണ്ട്, ദെൻ മെൻസസ് പ്രോസസ് ഉണ്ട്, ഗിവിംഗ് ബർത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോസസ് ഉണ്ട്. ആൻഡ് മെയിൽ എന്ന് പറയുന്നത് വിമനുമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. എന്താണ്? മെയിലിന്റെ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റിന് വേണ്ടിയിട്ട് ആരെ ഉപയോഗപ്പെടുന്നു, അതായത് ചൈൽഡിന്റെ എക്സ്പീരിയൻസ് ഇൻ പവർലെസ്നെസ്, അതൊരു നെഗറ്റീവാണ്. ചൈൽഡിന് പവർലെസ് ആണ്, ഇറ്റ് ഹെൽപ്ലെസ് ആണ്. അപ്പൊ ആ ഹെൽപ്ലെസ്നെസ്സിനെ ഓവർകം ചെയ്യുന്നതാണ് ഫ്യൂച്ചറിൽ ആ ചൈൽഡ് മറ്റു വിമനെ അല്ലെങ്കിൽ അതിന്റെ വൈഫിനെ സബ്ജക്റ്റീഫൈ ചെയ്ത് ഒരു റിവെഞ്ച് എടുക്കുന്നത് പോലെയാണ് അവിടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് സൊസൈറ്റിയിൽ കണ്ടുവരുന്നത് എന്ന് ഓതർ പറയുന്നു. നെക്സ്റ്റ് ആഡ്രിയൻ റിച്ച് അതിന് എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സ് പറഞ്ഞിട്ടാണ്. അതായത് വിമൻ ഓൾവേസ് ഐഡന്റിഫൈസ് ഹെർസെൽഫ് ആസ് ദ ഡോട്ടർ ആൻഡ് മദർ, വൈൽ മാൻ ബിഗിൻസ് ആസ് എ സൺ to mother and becomes a father and tries to have revenge for his previous condition of being a son by claiming more power over his wife. ആൻഡ് വിമൻ എപ്പോഴും എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഷീ നോസ് ഷീസ് എ ഡോട്ടർ ആൻഡ് in future she will become a mother. But man എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? He begins as a son, as a powerless thing, and he has to depend upon his mother. And ആ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴാണ് മാറുന്നത്? when he becomes a father and he tries to control another mother, that means the mother of his children. അപ്പൊ ആ പ്രീവിയസ് കണ്ടീഷനിൽ നിന്നൊരു റിവെഞ്ച് ആണ് ആ പറയുന്ന ആ സബ്ജക്ടിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു സബ്ജുഗേഷനിലൂടെ മാൻ നേടിയെടുക്കുന്നത്. Similarly, patriarchal monotheism permitted women to be sanctified only as a mother or as a daughter of a divine father. അതുപോലെ തന്നെ മദർഹുഡിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഒരു ഡിവൈൻ ഫാദറിന് കൊടുക്കാൻ സൊസൈറ്റി ശ്രമിക്കുന്നുണ്ട്. പാട്രിയാർക്കൽ സൊസൈറ്റി എപ്പോഴും ക്രിയേഷൻ, ഹി നോസ് ദാറ്റ് ക്രിയേഷൻ ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് വിമൻ. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് പവർ വിമനിനുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് ആ വിമനിന്റെ ക്വാളിറ്റീസിനെ സമ്മതിച്ചു കൊടുക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ അവളുടെ പവേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്? ദാറ്റ് ഗിവിംഗ് ബർത്ത് ഇസ് ദ കപ്പാസിറ്റി ഓഫ് വിമൻ, ബട്ട് ആക്ച്വലി ഡിവൈൻ പ്രസൻസ് എന്ന് പറയുന്നത് ഫാദറിന്റെയാണ്. ഇറ്റ് ഈസ് ഫാദർ, ഹി ഈസ് ഗിവിംഗ് ലൈഫ് ഇൻ ടു ദ മദേഴ്സ് വൂംബ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് അതിനെ തിരിച്ചു, അതിനെ താരതമ്യം ചെയ്ത് മാറ്റി. And thus she becomes the property of the father or the husband, and eventually man possesses the mother exclusively and starts claiming his children as proof of his elemental power. Appo he is also claiming that enikku undu elemental power, that I am also having the power to give life. Appo aa life adinte oru system aanu, allengal adinte oru telivana, these are my children. And ആരാണ്? സ്ത്രീ പ്രസവിച്ച കുട്ടികളെ പുരുഷന് അവന്റെ കുട്ടികളാക്കി മാറ്റിയിട്ട് അതിനെ ഒരു പ്രൂഫ് ആയിട്ട് കാണിക്കുകയാണ്. ദാറ്റ് ദിസ് ഇസ് ദ പ്രൂഫ് ഫോർ മൈ ക്രിയേറ്റീവ് പവർ. And what about women? She always becomes the property of her father, then she is handed over to her husband, then she becomes the property of her husband. A man needs sons to enhance his family. Thus, Engels was correct that in the patriarchal family, husband is the bourgeoisie and the wife and children become proletariat. അപ്പൊ എംഗൽസ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? മാൻ ഒരു പാട്രിയാർക്കൽ ഫാമിലിയിൽ ഹസ്ബൻഡ് എന്ന് പറയുന്നതാണ് സുപ്പീരിയർ പവർ, ആൻഡ് വൈഫും ചിൽഡ്രനും ഒക്കെ പ്രൊലാറ്റോറിയേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു, തൊഴിലാളികളെ പോലെ അല്ലെങ്കിൽ അവകാശങ്ങൾ ഇല്ലാത്തവരായി കണക്കാക്കപ്പെടുന്നു. In the Middle East, till today, the barren mother is considered to be a curse of God, and also the production of daughters also was a disaster both for the mother and the daughter. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോഴും ഈ കാലഘട്ടങ്ങളിലും ബാരൻ മദർ എന്ന് പറയുന്നത്, വെദർ ഇറ്റ് ഈസ് ദ ഡിസബിലിറ്റി ഓഫ് ദ ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഡിസബിലിറ്റി ആയിരിക്കാം കുട്ടികൾ ഉണ്ടാകാത്തതിന് കാരണം, പക്ഷെ എങ്കിലും അവര് മദറിനെയാണ് ബാരൻ ആയിട്ട് കണക്കാക്കുന്നതും. ആൻഡ് വൈ ഷീ ഈസ് ബാരൻ? മേ ബി ഇറ്റ് ഈസ് ദ കേഴ്സ് ഓഫ് ഗോഡ്, സ്ത്രീക്ക് ദൈവം കൊടുത്ത ഒരു പണിഷ്മെന്റ് ആയിട്ട് അതിനെ കരുതാറുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഡോട്ടേഴ്സ്, ദാറ്റ് ഈസ് ഓൾസോ സയന്റിഫിക്കലി നമ്മൾ എന്താണ് തെളിയിച്ചിട്ടുള്ളത്? ഡോട്ടേഴ്സിന്റെ പ്രൊഡക്ഷന്റെ റെസ്പോൺസിബിലിറ്റി ഫാദറിന്റെ ഹോർമോൺസ് ആണ്, ജീൻസ് ആണ് എന്ന് നമ്മൾ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും മിഡിൽ ഈസ്റ്റ് പോലുള്ള കൺട്രീസിലൊക്കെ, ഈവൻ ഇന്ത്യ പോലുള്ള ഈ ഏഷ്യൻ കൺട്രീസിലൊക്കെ തന്നെ ബിലീവ് ചെയ്യുന്നുണ്ട് ഡോട്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും മദറിന്റെ ഒരു ഡിസാസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു കേഴ്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല ആ ഡോട്ടേഴ്സിനെയും ആ കേഴ്സിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളെ പ്രസവിക്കുന്നത് ഒരു കേഴ്സ് ആണെന്നും അല്ലെങ്കിൽ പെൺകുട്ടികളെയും ഒരു ഡിസാസ്റ്റർ ആയിട്ടും ഒക്കെ നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റി കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഈ പറയുന്ന തരത്തിലുള്ള അടിച്ചമർത്തലുകളെല്ലാം സ്ത്രീകളുടെ ഈ എബിലിറ്റിയെ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസിങ് എബിലിറ്റി, ലൈഫ് ഗിവിംഗ് എബിലിറ്റി കണ്ടിട്ടുള്ള പേടിയും അതിനോടുള്ള എൻവിയും അല്ലെങ്കിൽ അതിന്റെ മറു സൈഡായ ഈവിൽനെസ്സിനെ കുറിച്ചുള്ള പേടിയും ഒക്കെ ആയിരിക്കാം എന്ന് ഓതർ പറയുന്നുണ്ട്. And the mother goddess gradually devalued, and patriarchal man impregnates his wife and expects her to deliver his child. അപ്പൊ ആ മദർ ഗോഡസ് എന്നുള്ള കൺസെപ്റ്റ് വളരെ കുറച്ച് ഡിവാല്യൂഡ് ആയിട്ട് വന്ന് അവസാനം ആ ഒരു മദർ ഗോഡസ് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് മദർഹുഡ് ഒരു എന്താണ് ഒരു കടമ പോലെ, അല്ലെങ്കിൽ ഷീ മസ്റ്റ് ഹാവ് ടു ഡു ദീസ് തിങ്സ് എന്നുള്ള അതൊരു ഡൊമസ്റ്റിഫിക്കേഷൻ ആയിട്ട് മാറി അല്ലെ. മദർഹുഡ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യവും ഷീ മസ്റ്റ് ഹാവ് ടു ഡു ദിസ് എന്നൊക്കെയുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അത് വന്നു. And the mother, the patriarchal man impregnates his wife, that it is his capacity to and then make his wife pregnant and expects her to deliver his child, and she is a machine, she is somewhat a machine that she has to deliver the child of man. The mother goddess remained merely as the goddess of vegetation, and young male god images represented valor and productivity. ആ പഴയ മദർ ഗോഡസ് ഇപ്പോഴും ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെജിറ്റേഷന്റെ ഒരു സിമ്പൽ ആയിട്ട് മെയിൽ ഗോഡ്സ് എപ്പോഴും വാലറിന്റെയും പ്രൊഡക്ടിവിറ്റിയുടെയും സിമ്പൽ ആയിട്ട് ആരാധിക്കപ്പെടുന്നു. So this is the concept of Adrienn Rich about how motherhood became domesticated and how women became subjugated. Thank you.